മല്ലിയോട്ട് തീയക്ഷേമ സഭാ പ്രവർത്തകർക്ക് നേരെ CPM അതിക്രമങ്ങൾ നടത്തുകയാണെന്ന് തീയക്ഷേമ സഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒരുവിധ പ്രകോപനവുമില്ലാതെ തീയക്ഷേമ സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ നിരന്തരമായി CPM നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മല്ലിയോട്ട് ക്ഷേത്രത്തിൽ CPM അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിനോദൻ തുരുത്തി പറയുന്നു. പ്രവർത്തകർക്കു നേരെ കായികമായ ആക്രമണവും കള്ളക്കേസുകളും ചാർത്തി സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ CPM ശ്രമിക്കുകയാണെന്ന് വിനോദൻ തുരുത്തി പറയുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അടിത്തറയാണ് തീയ സമുദായം. എന്നാൽ തീയ സമുദായം സംഘടിക്കുമ്പോൾ CPM എതിർക്കുന്ന സാഹചര്യമാണുള്ളത്. തീയക്ഷേമ സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ BJP-ക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് CPM അതിക്രമം നടത്തുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഇളക്കം തട്ടുമോയെന്ന ഭയമാണ് ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന വെപ്രാളത്തിന് പിന്നിലെന്നും വിനോദൻ തുരുത്തി പറയുന്നു. ഒരുപാട് സമുദായ സംഘടനകളുണ്ട് കേരളത്തിൽ, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ തീയ സമുദായം ഒന്നിക്കുന്ന സമയത്ത് വളരെ കായികമായിട്ടും മാനസികമായിട്ടൊക്കെ തകർത്ത് നമ്മുടെ സംഘടന ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് CPM പ്രവർത്തകർ അവിടുത്തെ കുഞ്ഞിമംഗലം പ്രാദേശികത്തിലുള്ള നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്നത്. ഒരു പ്രകോപനമില്ലാതെയാണ്. അതുമാത്രമല്ല, ഒരു പൊതുവേ സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞിമംഗലം. ആ പ്രദേശത്ത് അവർ ഇങ്ങനെ നിരന്തരം നമ്മളെ പ്രവർത്തകരെ വന്നിട്ട് ആക്രമിച്ചിട്ട് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തിട്ട് അത് തീയക്ഷേമ സഭയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 11-ന് കുഞ്ഞിമംഗലം ആണ്ടാങ്കോവിലിൽ ഒരു കൂട്ടം CPM ഗുണ്ടകൾ തീയക്ഷേമ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകൻ്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ നശിപ്പിച്ച് തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. നിലവിൽ ആക്രമണത്തിൽ പരിക്കേറ്റ തീയക്ഷേമ സഭ പ്രവർത്തകർക്ക് നേരെയാണ് ഈ കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കള്ളക്കേസ് എടുത്തിട്ടുള്ളത്. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആഗസ്റ്റ് 12 തിങ്കളാഴ്ച തീയക്ഷേമ സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെ CPM പ്രവർത്തകർ കൂട്ടമായി ഒരു തീയക്ഷേമ സഭ പ്രവർത്തകനെ മർദ്ദിക്കുകയും തുടർന്ന് പോലീസ് ഇടപെട്ടപ്പോൾ ഗുണ്ടാസംഘം പിന്നീട് പോലീസിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ആ ആക്രമണത്തിൽ പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചതിനും അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഓഗസ്റ്റ് 11-ന് കുഞ്ഞിമംഗലം ആണ്ടാംകോവലിൽ വെച്ച് ഒരു കൂട്ടം CPM പ്രവർത്തകർ തീയക്ഷേമസഭാ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ സ്കൂട്ടർ നശിപ്പിച്ച് തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അക്രമത്തിൽ പരിക്കേറ്റ തീയക്ഷേമസഭാ പ്രവർത്തകർക്കു നേരെയാണ് പോലീസ് കേസെടുത്തത്. ഓഗസ്റ്റ് 12-ന് തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന പ്രവർത്തകരെ കൂട്ടത്തോടെ CPM പ്രവർത്തകർ ആക്രമിച്ചു. സംഭവസ്ഥലത്തെത്തിയ SI ഉൾപ്പെടെയുള്ളവർക്ക് നേരെയും അക്രമം അഴിച്ചുവിട്ടു. നിയമത്തെ പോലും വെല്ലുവിളിച്ച് ഭരണസ്വാധീനത്താൽ CPM തീയക്ഷേമ സഭാ പ്രവർത്തകർക്കു നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് T സന്തോഷ്, മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവിനരികത്ത്, ബാലൻ പോള എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.